പിന്നെ എല്ലാം ഒരുപോലെയല്ല അവള് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ടായേ. അമ്മോനെ പറഞ്ഞു നമ്മള് പെരുമാറി ചെയ്തിട്ട് ഞങ്ങളുടെ അപ്പച്ചൻ അതിന്റെ അകത്തുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞിട്ട് കാഴ്ച കാണാൻ എന്താ നമ്മുടെ അപ്പച്ചൻ പഠിപ്പിച്ച സ്കൂൾ ഇവിടെ ആയിരുന്നു. ഞങ്ങൾ അപ്പച്ചൻ പഠിപ്പിച്ച സ്കൂളാണ് ഇവിടെ. ചങ്ങനാശ്ശേരി വാഴൂർ ചങ്ങനാശ്ശേരി റോഡായിട്ട് കഴിച്ചത്. ഇപ്പൊ തെങ്ങണായിലെത്തും. കുരിശുമൂട് റെയിൽവേ ചങ്ങനാശ്ശേരി. തെങ്ങനെ കുരിശുമൂട് റെയിൽവേ ചങ്ങനാശ്ശേരി. നാടൻ കള്ളും. തെങ്ങണായിൽ ഒരുപാട് സെക്കൻഡ് ഹാൻഡ് മര ഉരുപ്പടികളും ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. മണർകാട് തിരുവല്ല ബൈപ്പാസ് മീറ്റ് ചെയ്യുന്ന കുറെ സലൂണുകൾ. കത്തി അജ്മീനും ഉണക്കമീനും എല്ലാം കിട്ടും. എല്ലാ മീനും കിട്ടും. കുറെ മാർക്കറ്റ് ഉണ്ട്. നല്ല പച്ചമീൻ കിട്ടുന്ന സ്ഥലമാണ്. ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട്. കണ്ടോ ജോലി അന്വേഷിച്ചിട്ട് അവരെ നിൽക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടോ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. തെങ്ങണായിന്ന് തിരുവല്ലായിക്കും കോട്ടയത്തിനും പോവാം. കോട്ടയം കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരിക്കും പോവാം. ഇങ്ങോട്ട് വേണമെങ്കിലും പോവാം. ദിശകളിലേക്കും പോവാം. സോനുവിന്റെ വൈഫ് 300,000 400,000 വാച്ചിങ് അല്ല റണ്ണിങ് അമ്മനെ. അതെ അതിന്റെ പവർ സേവിംഗ് റെക്കോർഡിംഗ് ചാലു. റെഡ് ബട്ടൺ ചാലു അല്ലേ? എൻ്റെ അടുത്തും റെക്കോർഡിംഗ് ചാലു. പവർ സേവറാണ്. വെള്ളത്തിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാവുന്നതാണ്. നല്ല കോസ്റ്റ്ലി ഗോപ്രോയാണ്. ലേറ്റസ്റ്റ് ആണ്. ഗോപ്രോ കണ്ടിട്ടുണ്ടോ? ആണോ? ഓക്കെ. അല്ലാതെ വ്ളോഗേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ഇൻഡസ്ട്രിയൽ ഏരിയ. ഇവിടെ ബേബിച്ചാനും ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ സൈഡിലോട്ട് കാണിച്ചു. ഇതാണ് ചങ്ങനാശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. പണ്ട് ഇത് വിജന പ്രദേശത്തായിരുന്നു വെച്ചത്. ഈ പള്ളിയുടെ പേരെന്താ? അതാണ് വേലൂർ പള്ളി. വേലൂർ പള്ളി എന്നാണ് പള്ളിയുടെ പേര്. ഇനി വലിയ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം വരുന്നുണ്ട്. ചങ്ങനാശ്ശേരി പാറേൽ പള്ളി കാത്തലിക്സിന്റെ. അതിപ്പം റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി പാറേൽ പള്ളി ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ചങ്ങനാശ്ശേരിയിലെ. ചങ്ങനാശ്ശേരി ഡയോസിസിന്റെ ഏറ്റവും വലിയ പള്ളികളിൽ. കാത്തലിക്സിന്റെ ചങ്ങനാശ്ശേരി ഡയോസിസിലെ വലിയൊരു പള്ളിയാണ് കഴിച്ചത്. തീർത്ഥാടന കേന്ദ്രമാണ്. കാണുന്നില്ല. ഞാൻ ദിവ്യ കൊണ്ടുപോകാം. അവിടെ പാറപ്പള്ളി കുളമൊക്കെ ഉണ്ടോ? അന്ന് പണി തുടങ്ങുന്നതിന് മുന്നേ. അന്ന് നല്ല സ്ട്രക്ചറിലിരിക്കുന്ന ഷാരും ഞാനും റോഹിനും ദിവ്യ. കാണാനും മാത്രം ഉണ്ട്. പിന്നെ ഭയങ്കര ദിവ്യക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. വിചാരിച്ചു ഇവിടെയൊക്കെ നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് അത്രയും കാത്തലിക്സിന്റെ അത്രയും വലിയ ഒരു സെന്റർ ആണെന്നുള്ളത് പള്ളി കണ്ട് ഞെട്ടിപ്പോയി.
ജാഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവിടെ ഇഷ്ടംമാതിരി അതുപോലത്തെ പള്ളികളുണ്ടല്ലോ. പക്ഷെ ഇവിടെ അത്രയും പ്രതീക്ഷിച്ചു. അന്ന് എടപ്പള്ളി പള്ളിക്കും ഈ ചാനശ്ശേരിയിലെ വലിയ പള്ളിക്കും വേണ്ടിയാ 2 മണിയോ മനസ്സിലായില്ലേ? ആ കാലത്ത് തന്നെ അതിന്റെ ചരിത്രം കിടക്കും. 2 മണിയാ കൊണ്ടുവന്നത് ഈ പള്ളിമണി. അതെ, ഇതാണ് വലിയ കുളം. ഇതാണ് വലിയ കുളം ഗൈസ്. ഞാൻ കാണുന്നില്ല ഗൈസ്. എല്ലാരും രാവിലെ എഴുന്നേറ്റൊക്കെ വരുന്നേ ഉള്ളു ഗൈസ്. ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ ഒരു ഔട്ട്സ്കേർട്സ് ആയി. ഔട്ട്സ്കേർട്സ് ആയി ഗൈസ്. നമ്മൾ കുരിശുംമൂട് ജംഗ്ഷൻ. ഇതാണ് കുരിശുമൂട് ജംഗ്ഷൻ. ഒരു ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡ. ഒരു ബ്രാഞ്ച് ഒക്കെ ഉള്ളായിരുന്നു. വാഴപ്പള്ളി ബ്രാഞ്ച് ബാങ്ക് ഓഫ് ബറോഡ. കൂത്രപ്പള്ള അമ്മച്ചിക്ക് നല്ല 1-ാം തരം പൊറോട്ടയും താറാമുട്ട കറിയും വാങ്ങിക്കുന്ന കട ഇവിടെ. അമ്മച്ചിയുടെ ഏതാണ് ഫേവറേറ്റ്? അന്നേ ഡോർ ഡാഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലൊന്നും ഡോർ ഡെലിവറി ഇല്ല. ഇപ്പൊ ഉണ്ടല്ലേ ഡോർ ഡെലിവറി? സൊമാറ്റോയും സ്വിഗ്ഗിയും. ഇപ്പൊ കരച്ചാലൊക്കെ അവരുടെ അപ്പനെ MFC-ക്കാരും അളകാപുരി എന്ന് പറഞ്ഞ നെത്തല്ലൂരൊന്നുണ്ട്. അവർക്കൊക്കെ വിളിച്ച് 5 കിലോമീറ്ററിനുള്ളിലെല്ലാം വിളിച്ചാൽ കൊണ്ടുവരും. Jesse Bakers. Coffee house. Coffee is closed. വാഴപ്പള്ളിയുടെ എക്സ്റ്റൻഷൻ ആണ്. അതെ, ഇങ്ങനെ പണിഞ്ഞ് വരുവാ. ആകെ കാണിച്ചു തരാം. ചങ്ങനാശ്ശേരി ആർച്ച് ഡയസിന്റെ ഏറ്റവും വലിയ പള്ളി. ഡയസിന്റെ ഏറ്റവും വലിയ പള്ളിയാണ് ഗൈസ്. അവർ ഓറിയന്റേഷൻ മാറ്റി കേട്ടോ. അതിന്റെ മുഖപ്പ് മാറ്റി, മൊത്തത്തിൽ ഓറിയന്റേഷൻ ഇങ്ങോട്ട് മാറ്റി. നേരെ തിരിച്ചു വെച്ച പോലെ. അതിന്റെ മണ്ടയ്ക്ക് ഒരു മതാമ്മ നിൽക്കും. പള്ളിയിൽ പോയിട്ടുണ്ടോ ഗൈസ്? കമന്റ് ചെയ്യുക ഗൈസ് പോയിട്ടുണ്ടെങ്കിൽ. കുട്ടനാട്ടിലെ ഏവീസുകാരന്റെ ചായക്കട. കോച്ചയുടെ ചായക്കട ഉണ്ടോ ഇപ്പം? അത് എറണാകുളത്തും കണ്ടോ? കള്ള് ഷാപ്പോ എന്തൊക്കെ. രാവിലെ ബംഗാളി സൈക്കിൾ ഓടിച്ചു. നമ്മളിപ്പോ പരിമല ആശുപത്രി. ഇതാ SB ഹൈസ്കൂളൊക്കെ ഇതാട്ടോ മോനെ. SB ഹൈസ്കൂള്, കോളേജ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. ഇവിടാണ് ആൾക്കാർ ഇപ്പം ബസ് സ്റ്റോപ്പ്. അതിപ്പോ പഴയ ബാക്കി കൂടെ ഇതുവഴി ഇറങ്ങി ഇവിടെ വരാം അല്ലേ? ഓക്കെ. മറ്റേ എൻട്രൻസ് അപ്പുറത്തൂടെ ആക്കി, ബൈപ്പാസിൽ കൂടെ ആക്കി. നമ്മള് പണ്ട് നിന്നിരുന്ന മറ്റേ പലക ഉണ്ടായിരുന്ന അത് താഴോട്ടായിപ്പോയി. അത് റോഡ് പൊങ്ങിയതോടുകൂടി താപ്പോട്ടായി. അവിടെ ഇപ്പൊ മഞ്ചേരിക്കളാ. പണ്ട് നിരപ്പലക ഇട്ട കടകളായിരുന്നല്ലോ, അതിന്റെ മുമ്പിലായിരുന്നല്ലോ നമ്മള് വണ്ടി കാണാൻ നിൽക്കുന്നത്. അത് മഞ്ചേരിക്കളത്തിന്റെ സൂപ്പർ മാർക്കറ്റ് ആയിട്ട് മാറി. അവിടെ റോഡ് ഭയങ്കരമായിട്ട് പൊങ്ങിയ, പാലം പൊളിച്ച് പണിഞ്ഞ്. റെയിൽവേ ലൈൻ അതേ ലെവലിൽ തന്നെ. അതെ ലെവലിൽ. ചങ്ങനാശ്ശേരി അരമനപ്പടി കാത്തലിക്സിന്റെ ആർച്ച് ബിഷപ്പിന്റെ
അതാണ്ടത് അച്ഛന്മാരുടെ ലോഹ തയ്പ്പിക്കുന്നതല്ല ഇവിടെ, തിരുമേനിയുടെ എല്ലാം ലോഹ ഇതൊക്കെ തയ്പ്പിക്കുന്നത് ഇവിടെ മാത്രമേ ആ ഓർഡർ എടുക്കത്തുള്ളൂ. നമ്മുടെ ഡയസെഷൻ യൂത്ത് സെന്റർ ഉണ്ടാകും ഇവിടെ, സ്റ്റേറ്റ് ബാങ്കിന്റെ അവിടെ പോയി ഓർക്കുന്നു. ഡോക്യുമെന്റ് എടുക്കാൻ പോയി. അയ്യോ അമ്മണ്ടെങ്കിൽ ഞാൻ ഇതിലെ വരുമ്പോ എല്ലാ യാത്രകളും ഓർക്കും. ഏതിലെല്ലാം കയറി വെയിലും കൊണ്ട് നാടൊന്ന് വിളിച്ചു. കോട്ടയത്തെ വക്കീലിനെ കാണാൻ കയറുന്നായിരുന്നു. ഈയിടെ ആത്മഹത്യ ചെയ്ത വക്കീലിന് അതേ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു കേട്ടോ. ഓ നിങ്ങൾ ഇപ്പൊ റെഡിയാക്കി തരും, എനിക്ക് ആ പവറുണ്ട് ഈ പവറുണ്ട് അങ്ങനെ. എന്നിട്ട് കോപ്പന നമ്മൾ ഒരാട്ടി അവരെല്ലാം നല്ല പാമ്പ് നല്ല തിരിച്ചൊക്കെ നല്ല സിജി സിജി ഞങ്ങൾ 5 മിനിറ്റ് അവിടെ എത്തുവേ. ഞങ്ങൾ ആക്ച്വലി ഒരു ഓട്ടോയ്ക്കാണ് ഇപ്പം വരുന്നത്. ഞങ്ങളൊരു ഓട്ടോറിക്ഷയ്ക്കാണ് വരുന്നത്. ആ ആ ആ ഓക്കെ ഓക്കെ താങ്ക് യു സിജി. ഈ ജെട്ടിയോട് ചേർന്നേ
ബസ്സൊക്കെ ഒത്തിരി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഏതാ അല്ലല്ല കഴിഞ്ഞു, മനസ്സിലായല്ലോ അല്ലേ? മോട്ടിവേറ്റിൻ്റെ അടുത്ത് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം ആണോ? ഓക്കെ ഓക്കെ, ഇവിടെ തന്നെ. ഇപ്പറേ വന്നല്ലേ? ഒരു മിനിറ്റ് ഇവിടെ തന്നെയാ. ശരി, പിന്നോടെ ഒരു പോട്ടെ, അടുത്തല്ലേ? പിന്നോടെ അടുത്തല്ലേ? അതെ, ഒരു മിനിറ്റ് നോക്കിയാൽ അവർ പറഞ്ഞ് ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്നതിന് അങ്ങോട്ട് പോകണം. അവരെല്ലാം വരുന്നവള്ളു. അറിയാം, കുഴപ്പമില്ല, ഞങ്ങൾ വിളിച്ചോളാം ചേട്ടാ. താങ്ക് യു. അതെ അതെ, ഓക്കെ ഓക്കെ, താങ്ക് യു. കാണും, കാണും, താങ്ക് യു. വരും, 40 ഉള്ളൂ. ഇനി വിളിക്കാം. अपना नाम बता दो। मैं रईस मियाँ नाम। किधर रहते हैं आप? मैं इधर शालीमार अर्जुन नगर के पास। आपका नाम बता दो। मलकान सिंह साकिया, अशोका गार्डन। ओके, हम सुबह शहर में रहता था पहले। अच्छा, ओके जी। കവർ തന്നോ? ഇതൊന്നും ഇല്ല. താങ്ക് യു जी, आगे जाइएगा। चलो ठीक है। കട തുറപ്പിച്ച് മേടിച്ചു. अरे अरे,
ये रख दो बस, कभी खा लो बस। इधर आ रहा है आपका, हाँ इधर आ गया मिनाल होम। हाँ ओके, मिनाल होम थोड़ा अंदर है ना, अंदर है। अब रास्ता क्या दिखा रहा है? हाँ ये तो यहाँ पे खत्म है बस, 1 मिनट है। ആ ഈ മെഡിക്കൽ കോളേജുകാരൊക്കെ ഈ കുഴപ്പണമൊക്കെ മേടിച്ചേ ചിലപ്പോൾ ഇതിനൊക്കെ നിയമപരമായ പൈസയൊക്കെ ആയിരിക്കും, പക്ഷെ ടാക്സ് അടയ്ക്കാനുള്ള മടി കൊണ്ട് അവര് അടയ്ക്കാതിരുന്നതാണ്. മെഡിക്കൽ സ്റ്റോർ 2 ഗുളിക വേണം. പക്ഷേ ഇനി നമ്മൾ ഇന്നാലും മേടിച്ചതില്ലായിരുന്നല്ലേ? എന്തിനുള്ള ചുമക്കുള്ളതാണ് മരുന്ന് ഇന്നാളെ മേടിച്ചാൽ മരുന്ന് മേടിക്കാനാണോ, സിറപ്പ് മേടിക്കാനാണോ? സിറപ്പ് മേടിക്കാൻ നാളെ ഇനി ഡോക്ടറെ കാണാൻ പോകും. എനിക്ക് ചെറുപ്പം നിർത്താവേ, തൊട്ട് ചെറുപ്പം നിർത്താവേ. തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ കടകൾ കണ്ടാൽ പെട്ടെന്ന് നിർത്തി ഒരു ചായ കുടിച്ചേ, മെഡിക്കൽ സ്റ്റോറും കണ്ടേ. രാവിലെ ചായ നിർത്തുവാണെന്ന്. ആ മതിയോ, നമുക്ക് നോക്കാം അവിടെ ചെല്ലുന്ന സമയം അനുസരിച്ച്. കഴിക്കാൻ കയറി കഴിഞ്ഞ സമയം. അതെ അതെ, അവിടം വരെ വന്ന് എത്തണമല്ലോ കടവേ. അവിടെ കടത്താണോ? അവിടെ കടത്ത് പാലം വന്നെന്ന് തോന്നുന്നു. അങ്ങനെ കടത്താണെന്നടുത്ത് അവിടെ ആലപ്പുഴ എടുക്കണമെന്നില്ല. ഇല്ലല്ലേ, എല്ലായിടത്തും പാലം ആയല്ലേ. കാരണം വലിയൊരു പമ്പാനന്ദി ഉണ്ട് അവിടെ. ഞാൻ പണ്ട് അവിടെ പഠിപ്പിച്ചതാണേ, സ്കൂളിലാണ്, ITIയിലെ. അപ്പോൾ അന്നൊക്കെ ഞാൻ കടത്ത് കിടന്നു. നമ്മൾ കിടങ്ങറായാലും കടത്തില്ല, ഈ പാലമില്ല, പള്ളാതുരുത്തിയിലും ഇല്ല, ഒന്നുമില്ല. 3 കടത്തുകളുണ്ടായിരുന്നു ആലപ്പുഴ വരെ. അവിടെ ഇപ്പോൾ ഒത്തിരി പാലങ്ങൾ വന്നു. അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മൊത്തം പാലങ്ങളായി. മഴക്കാലത്ത് എപ്പോഴും വെള്ളം കയറുന്നതുകൊണ്ട്. അതെ, 3 പ്രാവശ്യം കണ്ട റോഡ് പുതുക്കിപ്പണത്. അത് നല്ല റബ്ബറൈസർ റോഡുകളാക്കിയിട്ട് വെള്ളം കയറിയിട്ട് പിന്നെയും പൊക്കി ഉയർത്തിട്ട് ഇപ്പം എല്ലാ കുഴികളും പാലങ്ങളാക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു 5 ദിവസം മുമ്പ് അതുവഴി ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയായിരുന്നു. ബോട്ട് റൈഡ് ഇതിനൊക്കെ പോയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച. അവിടെ ചെന്ന് കഴിഞ്ഞ് കോട്ടയം കൊണ്ടാ. കോട്ടയം ചെന്ന് കഴിഞ്ഞിട്ട് സമയമില്ല, അതറിയാം. നമ്മളും അങ്ങനൊക്കെ തന്നെയാ. ഇന്ന് തിങ്കളാഴ്ച രാവിലെ ആയതുകൊണ്ട് ടൈം ആയതുകൊണ്ട് അതെനിക്ക് രാവിലെ പറ്റിപ്പോയി. ഞാൻ രാവിലെ പോയിട്ട് അവിടെ എല്ലാം ഗ്യാസ് എടുക്കുന്നിടത്ത് തിരക്ക്, വഴിയിലും തിരക്ക്, പോരാൻ പറ്റി. അതെ അതെ. അപ്പം ഷൈനി എന്നോട് ഫോണിൽ ചോദിച്ചു വന്നോന്നേ. ഞാൻ അവർക്ക് ജയമോൻ എത്തിയില്ലേ, അതോ ഞാൻ തേക്കാൻ പോയ കാര്യം അറിഞ്ഞില്ലല്ലോ. ഞാൻ അവിടെ ഇരിക്കാം. ഞാൻ 8 മണിയായപ്പോൾ ഇറങ്ങിയതാ. പക്ഷെ ഞാൻ നേരത്തേക്ക് പോകാൻ മതിയായിരുന്നു. ഞാൻ അന്തരം ഓർത്തില്ല. അല്ല എന്റെ തെപ്പുകാരൻ അന്നേരം വന്നതുള്ളേ. ഞാൻ ജയമോനെ കാണാഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഗുണമുണ്ടായി. ഓ നമുക്കിപ്പം യാതൊരു പ്രശ്നമില്ല. ചേട്ടാ പോ ചേട്ടാ പോ ചേട്ടാ പോ ചേട്ടാ. ഇപ്പൊ നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതോടെ പോകുന്നത്. ചടങ്ങ് വരാനുള്ള സാധ്യത ഉണ്ടല്ലേ? ചടങ്ങല്ല, റോഡിന് വീതി കുറച്ച് എഴഞ്ഞാ പോകുന്നല്ലേ? ഇന്ത്യയിലെ ഹൈടെക് റോഡ് പണി സാറ് കാണും. അവിടുത്തെ പോലെയാണ്. അല്ല ഓ അതൊന്നൊരു പക്ഷെ കേരളമൊക്കെ എന്ത് ഇമ്പ്രൂവ് ചെയ്തിരിക്കും. മധ്യപ്രദേശിലാണ് റോഡുകൾ ഏറ്റവും ബെസ്റ്റ്. കേന്ദ്ര സർക്കാർ എങ്കിലും ഇനി അടുത്തെങ്ങാണ് കിട്ടിയിരുന്നേ പോലും പറയാനോ ഇത്രയൊക്കെ ഉള്ളോ നിങ്ങൾക്ക്? അതന്നെ സംഭവം അറിയോ? ഈ 5000-1000 ഒക്കെ അടിക്കാതിരിക്കുന്ന നല്ലത്. വലിയൊരു ഭാഗ്യമൊക്കെ പോകുന്നുണ്ടല്ലോ. അതെ, അതാണ് അതിന്റെ. ഇടയ്ക്കൊക്കെ മറ്റേ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ മറ്റേ ഓൺലൈൻ ലോട്ടറി അടിച്ചു, മലയാളിക്ക് അടിച്ചു, ഇത്ര കോടി കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അവിടെ ലോട്ടറി അടിച്ച് അവന്റെ ജീവിതം കൊഞ്ഞോട്ടെ. കാരണം അല്ലല്ല തൂക്കാരെ വീട്ടിൽ വരും, പൈസ കൊണ്ടുപോകും. അതെ, തിരിഞ്ഞ വേദന പറയും. जीवन की हर मोड़
കാലാവസ്ഥയുടെ മെയിൻ. കാരണം നമ്മുടെ റുട്ടീൻ മാറി കഴിയുമ്പോഴേ പല നാട്ടിലെ കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആവുമല്ലേ. അതിപ്പം നിന്ന് ശീലിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതിനാൽ ഞങ്ങൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീടാണെങ്കിൽ പോലും ഉണ്ടല്ലോ അങ്ങ് പ്രാരാബ്ദങ്ങളാണ് അതിൻ്റെ അകത്തെ. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന വർക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്ത പോലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ വെള്ളം കൂടെ ഒക്കെ കയറിയ അലമ്പായോണ്ട് അത് റെഡിയായത്. അത് ശരിയായി. വെള്ളം നിന്നോ? വെള്ളം നമ്മളെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ല ഒന്നും ചെയ്തില്ല. നമ്മുടെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിരുന്ന മുഴുവൻ അത് അപ്പുറത്തുനിന്ന് വന്നതാണോ? അപ്പുറത്തുനിന്ന് വന്ന പ്രശ്നമാണ്. നമ്മളതിന്റെ അതിൽ പൊട്ടിച്ച് അടച്ചു വന്നല്ലോ. അവിടെ പൊട്ടിക്കേണ്ടി വന്നില്ല. ബാക്കി നേരത്തെ ചെയ്ത് തീർത്തിരുന്നു. അമേരിക്കന്ന് വന്ന ചെറുമണി തരാൻ പറ. അവരങ്ങോട്ട് ബില്ല് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ. നമുക്കുള്ളതല്ലേ. അല്ല നമ്മൾ വന്നോണ്ട് ഒരു കാര്യം കൂടി, അല്ലെ അവിടെ വെള്ളം കയറുന്ന മുഴുവൻ നമ്മുടെ വെള്ളമാണ്. അതിപ്പോഴും ഉച്ച സമയത്താണല്ലോ അങ്ങനെ. ഇവിടെ സിഗ്നൽ ആയിരിക്കും അല്ലേ? സിഗ്നല ആ സിഗ്നല് 5-8 റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും കറക്റ്റായിട്ടല്ലേ പോകുന്നുള്ളൂ. ഇവിടെ അങ്ങനെ ഡേ സമയം എനിക്ക് തോന്നുന്നത് ഒരു പ്രശ്നമില്ലടി, നമുക്ക് പാടി. അപ്പം വേണേ ഡോക്ടറായിരിക്കും പോയിട്ടെ നാളെ വൈകിട്ട്. അല്ല ഇന്ന് വൈകിട്ട് ഡോക്ടർക്ക് പോയില്ലേ? റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ. ആ ശരിടാ, കരുവരിൻ്റെ മോളിൽ കൂടെ ഒക്കെ വണ്ടികൾ പോകും. ഈ ബ്രിഡ്ജ് ഈയിടെയല്ലേ തുറന്നത്? 2 വർഷം അല്ല, ഇടയ്ക്ക് എന്നിട്ട് ഒരു ഡീവിയേഷനൊക്കെ വരുത്തിയ ഒരു ഇവ താഴെ കൂടെ തന്നെയായിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത്. 5-8 കൊല്ലെങ്കിലും ആയി. പക്ഷെ അടിവശത്താ പിന്നെ വൃക്ഷങ്ങള്. മേലെ കൂടെ കുഴപ്പമില്ല, അവർ തുറു പോയിക്കോളൂ അല്ലേ? മേലെ കൂടെ ഉള്ളതൊക്കെ കൂടുതൽ വണ്ടി താഴെ കൂടെയാ. അത് ടോളാണോ? ടോൾ റോഡ്. അത് ടോൾ റോഡല്ലേ? പണിയൊക്കെ മനസ്സിലായി. ഇനിയിപ്പം 6 വഴിയുടെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ടോള് 4 ടോളായിരിക്കും. ഇവിടെ സൈഡെല്ലാം അടയ്ക്കും. ആക്സസ് കാണില്ല. എക്സ്പ്രസ് ഹൈവേ ആകും. ഇപ്രാവശ്യം നമ്മൾ വരുമ്പോഴൊക്കെ 6 വഴിയൊക്കെ പണി തീരുമായിരിക്കും. 2026 തീരുമെന്ന് തീർക്കുന്നൊക്കെയാണ് പറയുന്നത്. പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം അടുത്ത് ചെയിനൊക്കെ ഉണ്ടോ? അതോ ചെയിൻ ഉണ്ടോ കേരളത്തിൽ മൊത്തം? അതോ ഇവിടെ കൊച്ചി മാത്രമേ ഉള്ളൂ? പ്രസ്റ്റീജ് ഗ്രൂപ്പ് മറ്റേ നമ്മുടെ പ്രസ്റ്റീജിന്റെ മറ്റേ പ്രഷർ കുക്കറൊക്കെ ആ സാധനങ്ങൾ അവര് ഒത്തിരി പ്രോഡക്റ്റുകളൊക്കെ വലിയ ഗ്രൂപ്പാണ്. കേരളത്തിൽ അവരുടെ ആയിട്ടൊന്നുമല്ല. പിന്നെ അവർക്ക് ഒത്തിരി ബിൽഡിങ്ങുകളും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. നമ്മുടെ ആ ചാത്തിയാത്തിരിക്കുന്ന കടലിന്റെ സൈഡിലിരിക്കുന്ന ആ വലിയ ഫ്ലാറ്റുകളെല്ലാം ഇല്ലേ? പ്രസ്റ്റീജ് ഗ്രൂപ്പിൽ ഫ്ലാറ്റുകളത് നല്ല പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഒക്കെ അവരിങ്ങനത്തെ ഫീൽഡിൽ ആദ്യം വന്നു മാള്. ഓക്കെ. ഇതൊക്കെ പൈസ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനേ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. ടാക്സ് റിബേറ്റ് കിട്ടുമല്ലോ ഇൻവെസ്റ്റ്മെന്റിന്റെ. ആബാദ് ഗ്രൂപ്പിന്റെ ഒക്കെ ടവറുകൾ വരുന്നുണ്ട് ഇപ്പോഴും. അത് ക്രൗൺ പ്ലാസ ഇപ്പോഴത്തെ ഉള്ളതിൽ മെയിൻ 5 സ്റ്റാർ. അത് നമ്മുടെ അങ്ങനത്തെ അല്ലേ യൂസ്ഫലിയുടെ? അല്ല ക്രൗൺ പ്ലാസ അല്ലേ? അത് ഹയാത്തില്ല. അത് ക്രൗൺ പ്ലാസ. ഇത് എമറേഡിയൻ പ്രൈസ്. ഓക്കെ. എമറേഡിയൻ ഇത് പഴയ തനിമ നിൽക്കുന്നു. പ്ലാസ അതേ പ്ലാസ ഇപ്പൊ സിനിമാക്കാരുടെ മൊത്തം ഹബ്ബ്. ഓക്കെ ഓക്കെ. എമറേഡിയൻ പഴയ തനിമയിൽ തന്നെ നിൽക്കുക. ഇതാ ഭയങ്കര വിവാദമായ ഒരു കെട്ടിടം. എനിക്കറിയാം. ഒരച്ഛൻ ആത്മഹത്യ ചെയ്ത് ചരിഞ്ഞു പോയെന്ന് പറഞ്ഞു. എന്തോ ഒരു കഷ്ടം. എന്ത് സ്വപ്നങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത പറ്റിയാണെങ്കിൽ ആദ്യമേ അനുമതി കൊടുക്കരുത്. ഇത്രയും പണിത് അന്നത്തെ കാലം അത്രയും പണിത് ഉണ്ടാക്കിയിട്ട് എത്ര കോടി രൂപ ഇവിടെ പോയി കാണും. ഒരു
ഇതൊന്നും ആർക്കും ഒരു പിണറായിക്കൊക്കെ അയാളുടെ പൈസക്ക് വിലയുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നൊരു 10-30 കൊല്ലം മുമ്പേ ഉള്ള സംഭവം എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആൾക്കാർ തമ്മിലുള്ള കണ്ണിക്കടിയൊക്കെ ആയിരിക്കും, അല്ലാതെ ഇതേതാ സ്ഥലം? ഇത് കുണ്ടന്നൂർ മരട്. കുണ്ടന്നൂർ എന്ന് പറയും. കുണ്ടന്നൂർ ആ ക്രൗൺ പ്ലാസയും ലൈമറഡിനൊക്കെ ഇരിക്കുന്നത്. ഒറിജിനൽ മരടാണ്, പക്ഷെ കുണ്ടന്നൂർ ബൈപ്പാസ് എന്നാണ് പറയുന്നത്. ഇത് നേരെ ആലപ്പുഴ ചേർത്തല വഴി ആലപ്പുഴ നേരെ പോകുന്ന കന്യാകുമാരിയെല്ലാം പോകുന്ന ഹൈവേ പോകുന്ന വഴി. ഓക്കെ ഓക്കെ. अभी भेजेगा भाई, अभी भेजेगा. थैंक यू. ഇതൊക്കെ അപ്പുറത്തെ ബൈപ്പാസ് പാലത്തിന് അടിയിലോട്ടാണ് സാധനമാണ്. ഓക്കെ ഓക്കെ. ഗ്രാൻഡ് മോസ്ക്. അന്ന് കോട്ടയത്ത് വിട്ടിട്ടേ പിന്നെ വഴി തെറ്റിയൊന്നും ഇല്ല. ഇല്ലില്ല. ഇത് ലൈഫ് ഷോർ ഹോസ്പിറ്റൽ. ഓ, ലേക്ക് ഷോർ ഇവിടെ ആയിരുന്നു. നമ്മൾ ഇപ്രാവശ്യം ഒത്തിരി ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നില്ല. ഇടുക്കി ഡാം കാണണം, പെട്ടെന്ന് സമയം പോയല്ലേ. മറ്റേ എറണാകുളത്തുള്ള സ്ഥലത്തിന്റെ വരുന്ന കടമക്കുടി കാണണം. ഇപ്പൊ ഇത് ഇന്ന് വൈകിട്ട് വരുമ്പോഴാണ് കാണിക്കാവോ? പിന്നെ അത് ദൂരം കുറവല്ല. അപ്പൊ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. വൈകിട്ട് സമയത്താണ് കടമക്കുടിയിൽ ആൾക്കാരെ കൂടുന്നത്. ഒത്തിരി നട്ടിച്ച് വെയിലത്ത് പോയി കഴിഞ്ഞാൽ വെയിലിടിക്കും. എന്നാ തിരിച്ചു മടക്കം വന്ന അതിനിടയ്ക്ക് വേറെ ട്രിപ്പുണ്ടോ? ഇല്ല ഇല്ല, വേറെ ഒന്നുമില്ല. പക്ഷെ നാളെ ഒരു ഷവടൊക്കെ ഉണ്ട്. എവിടെയാ? അത് ഈ പോകുന്ന സ്ഥലത്ത് തന്നെ. കവിയൂരെന്ന് പറയും. പിന്നെ ഞങ്ങളുടെ നാടിനടുത്താ. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം അവിടെ കോട്ടയത്ത് വീട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ സമയം തീരുമല്ലേ? ഇല്ല പിന്നെ പോത്തില്ല. ബുധനാഴ്ച പോയ പിന്നെ പോത്തില്ല. എന്നാ തിരിച്ചു നോക്കിയിരുന്നോണ്ടല്ലോ അമ്മമാരുണ്ടല്ലോ ഇതിന്റെ ഭക്ഷണം ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയെങ്കിലും ഒരു മാസം വന്ന് നിൽക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും പിടിച്ചെടുക്കാൻ പറ്റുമോ? അത് പുറത്ത് വളർന്ന പിള്ളേർക്ക് അതൊന്നും ഒരു ആദ്യം തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മാസം വന്നാലും മാറ്റമൊന്നും വരുമൊന്നുമില്ല. അതുപോലെ തന്നെ ഹോം നഴ്സുമാരും കണ്ടിന്യൂസ് പങ്കിട്ടാനില്ലെന്നാണ് പറയുന്നത്. ഓരോരുത്തർ വന്നു പോകുന്നു. അവരായിട്ട് ഒരു റാപ്പോ ആയി വരുമ്പോഴത്തേനുണ്ടല്ലോ അടുത്ത ആൾ വരും, അവരങ്ങ് പോകും. കാരണം എല്ലാവരും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ കാലത്തെ. ഇല്ലല്ലോ, ഇല്ല. അതൊന്നും ഒരു പ്രശ്നം. ഇതിൽ ടോളിൻ്റെ ഇതുണ്ടോ? ഈസിറ്റൊക്കെ ഉണ്ടോ? ഇത് എത്ര രൂപ എടുക്കും ഇവര്? ഇത് 50. ചാലക്കുടി വഴിക്കുള്ളത് ഒരെണ്ണം 90, അടുത്ത 120. ഇല്ലെങ്കിൽ 100 കൊടുക്കേണ്ടി വരും. ഈ ടാഗില്ലേ? ആ.